ആഹാ, കഴുത്തൊക്കെ അനക്കാൻ തുടങ്ങിയോ? നിനക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോടാ. അങ്ങനെ പുരോഗമനം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ആ മാർക്കോയോട് പറയാം. അവൻ വന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചോളും. കണ്ണേട്ടനല്ല, നീയും നിന്റെ അച്ഛനും ഒക്കെയാ വീൽ ചെയറിൽ നടക്കേണ്ടത്. നീ അറിഞ്ഞോടാ കാര്യങ്ങളൊക്കെ? നിന്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് എന്തിനാണെന്നൊക്കെ നീ അറിഞ്ഞോ? എന്റെ അച്ഛനെ കൊന്നിട്ടാ നിന്റെ തലയിൽ ലോക്കപ്പിൽ കിടക്കുന്നവൻ എന്നെ കെട്ടി വച്ചത്. താഴെ ഒരുത്തി ഉണ്ടല്ലോ നിന്റെ അമ്മ, അവളോട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവള് കണ്ണീരൊഴുക്കുക, ഒന്നും അറിയാത്ത പോലെ. നിന്റെ അമ്മയോട് പറഞ്ഞു തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. സാഗരേട്ടനെ തെരഞ്ഞെടുത്തതേ എന്റെ ഭാഗ്യമാടാ, അല്ലെങ്കിൽ ഞാനൊരു കൊലയാളി ആയേനെ. നിന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ കഴിഞ്ഞിരുന്നെങ്കിലേ എല്ലാത്തിനും വിഷം തന്നു കൊന്നേനെ. എന്തൊക്കെയോ നിനക്ക് എന്നോട് പറയണമെന്നുണ്ടല്ലോ. പറയടാ, പറയടാ, നീ പറയടാ. എന്താടാ മിണ്ടാത്തെ? പറയടാ, 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 പറയടാ. നിന്നെ ഞാൻ കൊല്ലുടാ. അയ്യോ അയ്യോ, പറയടാ. നീ എന്താണ് മോനെ ചെയ്തേ? ഇവന്റെ അച്ഛനെക്കാളും കണ്ണേട്ടനെയും സാഗരേട്ടനെയും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനല്ലേ. ഇപ്പൊ ഇവൻ തല അനക്കാൻ തുടങ്ങി. ഇനി ഇവന്റെ കൈയും കാലും അനങ്ങുന്നതിന് മുമ്പ് ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലെന്ന് ആലോചിക്കുക. ഇവന്റെ അച്ഛനെ ഇവനെ എങ്ങനെ ആക്കിയത്? അയാൾ ചെയ്ത പാപത്തിന്റെ ഫലമാ ഇവനെ അനുഭവിക്കുന്നത്. അച്ഛനും മോനും പാപം ചെയ്യുമ്പോ അതിന് കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഇങ്ങനൊന്നും പറയരുത് നിങ്ങള്. ഇനി നിങ്ങളുടെയൊക്കെ മരണം വരെ ഇവൻ ഇങ്ങനെ കിടക്കണം. ബെഡിൽ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോ ശരീരമൊക്കെ പൊട്ടാൻ തുടങ്ങുമല്ലോ. ഇപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ടോടാ? ഇല്ല മോളെ. എന്നാ കുറച്ച് കഴിയുമ്പോ ഇവന്റെ പുറമൊക്കെ പൊട്ടിയിട്ട് പുഴു അരിച്ച് തുടങ്ങിക്കോളും. അയ്യോ, ഇപ്പൊ തോമസ് സാറിന്റെ അടുത്ത് കൊണ്ടുപോയതിന്റെ പുരോഗതിയായി ഇവനുള്ളത്. ഇനി ഞാനും സാഗരേട്ടനും കണ്ണേട്ടനും ഒക്കെ കൂടി തോമസ് സാറിനോട് പറഞ്ഞോളാം ഇവനെ ഇനി ചികിത്സിക്കരുതെന്ന്. ഒന്ന് നടന്നു തുടങ്ങിയ ഇവൻ ഉടനെ ആയുധം കയ്യിലെടുക്കും. കൊലക്കത്തിയുമായിട്ട് കണ്ണേട്ടന്റെയും ലക്ഷ്മി എടുത്തിയുടെയും സാഗരേട്ടന്റെയും പിന്നാലെ പായും. നീ തളർന്ന ദിവസം എന്താ സംഭവിച്ചെന്ന് കണ്ണേട്ടൻ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടടാ. നീ അന്ന് കണ്ണേട്ടനെ കൊല്ലാനല്ലേ കൊണ്ടുപോയത്? എന്നിട്ട് നിന്റെ കാറല്ലേടാ മാർക്കോയെ ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം എന്താ നടന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ഇവനറിയാം. അതിവന് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ മിണ്ടാപ്രാണിയായി പോയല്ലോ. നീ ഇങ്ങനെ കിടക്കടാ. ഇതൊക്കെ നിന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ നിന്റെ ചതിയിൽ കുടുങ്ങിയ പെൺകുട്ടികളുടെ ശാപം കൂടിയാ. ഇവന് ഭക്ഷണം കൊടുക്കുമ്പോ വിഷം കൊടുത്താലുവേ ഇവനൊന്നും സംഭവിക്കില്ല. ഇവൻ മരിക്കില്ല. പാമ്പിനെ പാമ്പ് കൊത്തിയ ചാവില്ലല്ലോ. ഇവന്റെ ഉള്ളില് രാജവെമ്പാലേക്കാളും വിഷമുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി വിഷമൊക്കെ കുടിച്ചാലും ഇവൻ മുകളിലേക്ക് പോവില്ല. അവന്റെ നോട്ടം കണ്ടില്ലേ? കൊല്ലനോടെ നടക്കുന്നേ. മോളെ, നീ ഒന്ന് പോ മോളെ. ഞാൻ പോവാ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി വരുമ്പോ സാഗരേട്ടനായിട്ടായിരിക്കും വരുന്നേ. ഇവനെ പുരോഗതി ഉണ്ടോന്ന് നോക്കണം. അങ്ങനെ പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ മാർക്കോയെ കൊണ്ട് ചെയ്യിക്കും. എടാ, നിന്റെ പെങ്ങള് സ്വപ്നം കാണുന്ന പോലൊരു ബന്ധമൊന്നും ഇനി നിന്റെ പെങ്ങക്ക് കിട്ടാൻ പോകുന്നില്ല. അവള് മൂത്ത് നരച്ച് നിന്റെ മുന്നിലൂടെ നടക്കുന്നത് നിനക്കിനി കാണാം.